സഹീഹ് തർഗീബ് തർഹീബിൽ കിതാബുൽ ജുമുഅയിലെ അടുത്ത ഫസ്ൽ തർഹീബു മിൻ തർക്കിൽ ജുമുഅത്തി ലിഗൈരി ഉദ്രിൻ. ഒരു ഉദ്റുമില്ലാതെ, ഒരു ശർഈയായ കാരണവുമില്ലാതെ ജുമുഅ ഒഴിവാക്കുന്നതിനെ തൊട്ടുള്ള അതിൻ്റെ ഗൗരവത്തെ അറിയിക്കുന്ന ഹദീസുകളാണ്. നമുക്കറിയാം, ഫർള് നിസ്കാരങ്ങൾ 5 വക്ത് നിസ്കാരം ഓരോ ദിവസത്തിനുമുള്ളത്, അത് തന്നെ അതിൻ്റെ ജമാഅത്തുകൾ അല്ലെങ്കിൽ ആ നിസ്കാരം പാഴാക്കുക എന്നുള്ള ഗൗരവമുള്ള കാര്യമാണ്. ശർഈയായ ഒരു ഉദ്റില്ലാതെ, യാത്രക്കാരനോ രോഗിയോ അല്ലെങ്കിൽ ഉറക്കമോ മറവിയോ അങ്ങനെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഉദ്റല്ലാതെ ആ നിസ്കാരങ്ങളെ പാഴാക്കുക എന്നുള്ളത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. അപ്പോൾ യൗമുൽ ജുമുഅ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ഫദ്ല് നമ്മൾ പറഞ്ഞു. ജുമുഅ നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയിൽ നമ്മൾ മനസ്സിലാക്കി. അതിൽ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു ഉദ്റുമില്ലാതെ നിസ്കാരം അഥവാ ജുമുഅ നിസ്കാരം പാഴാക്കുക എന്നുള്ളത്. عن ابن مسعود رضي الله عنه أن النبي صلى الله عليه وسلم قال لقوم يتخلفون عن الجمعة. ജുമുഅയിൽ നിന്ന് വിട്ടുനിന്ന അല്ലെങ്കിൽ ജുമുഅ നിസ്കരിക്കുന്നതിൽ നിന്ന് ജുമുഅ പാഴാക്കുന്ന ചില ആളുകൾ, അങ്ങനെ ചില ആളുകൾ വ്യക്തമായൊരു കാരണമില്ലാതെ അത് നഷ്ടപ്പെടുത്തിയിരുന്ന ആളുകൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പറ്റി പറയുകയുണ്ടായി. ലഖദ് ഹമംതു അൻ ആമുറ റജുലൻ യുസല്ലി ബിന്നാസ്. ഞാൻ വിചാരിച്ചു പോയി ഒരാളെ ഇമാമായിക്കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി നിസ്കരിക്കാൻ ഏൽപ്പിക്കുകയും ثم أحدق على رجال يتخلفون عن الجمعة بيوتهم. പിന്നീട് ജുമുഅ നിസ്കാരത്തിൽ നിന്ന് പിന്തി നിന്ന ആളുകളെ അവരുടെ വീടടക്കം കത്തിച്ചു കളയാൻ ഞാൻ വിചാരിച്ചു പോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇത് ഫജ്ർ നിസ്കാരവുമായി ബന്ധപ്പെട്ടും ജമാഅത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ടെല്ലാം വന്നിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് ഗൗരവമുണ്ട്. അപ്പോൾ അതിൽ ശ്രേഷ്ഠമായിട്ടുള്ള നിസ്കാരമാണ് ജുമുഅ നിസ്കാരം എന്നുള്ളത്. അപ്പോൾ ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്ര ഗൗരവത്തിൽ പറഞ്ഞിട്ടുണ്ട്. وعن أبي هريرة رضي الله عنه وابن عمر رضي الله عنه أنهما سمعا رسول الله صلى الله عليه وسلم يقول على عباد منبره. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കേട്ട് പറയാണ്, മിമ്പറിന്റെ അടുത്തായിക്കൊണ്ട്. ലയൻതഹിയന്ന അഖ്വാമുൻ അൻ വദ്ഇഹിമുൽ ജുമുഅത്ത്. ജനങ്ങൾ, കുറച്ചു സംഘം ആളുകൾ അവർ ജുമുഅ പാഴാക്കുന്നത് അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ ഔ ലയഖ്തിമന്ന അല്ലാഹു അലാ ഖുലൂബിഹിം തുമ്മ ലയകൂനുന്ന മിനൽ ഗാഫിലീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ കൽബിൽ സീല് വെക്കുകയും പിന്നെ അവർ അശ്രദ്ധരുടെ കൂട്ടത്തിലായി തീരുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മിപ്പിക്കേണ്ടായി. അപ്പോൾ ഒരു ഉദ്റുമില്ലാതെ ജുമുഅ നഷ്ടപ്പെടുത്തി അതിന് പകരം ളുഹർ നിസ്കരിക്കുക അല്ലെങ്കിൽ ആ ജുമുഅയ്ക്ക് പങ്കെടുക്കുന്ന ഒഴിവാക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഗൗരവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തിട്ടുള്ള കാര്യമാണ്. മറ്റൊരു ഹദീസിൽ അബിൽ ജഅദ് الضمري وكانت له صحبة رضي الله عنه عن النبي صلى الله عليه وسلم قال من ترك 3 جمع تهاونا بها طبع الله على قلبه. 3 ജുമുഅ ആ ജുമുഅയ്ക്ക് കൊടുക്കേണ്ട പ്രാധാന്യമൊന്നും കൊടുക്കാതെ അതിലൊരു അലസമായിക്കൊണ്ട് ഒരാൾ പാഴാക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കൽബിൽ സീൽ വെക്കുന്നതാണ്, മുദ്ര വെക്കുന്നതാണ്. അഥവാ പിന്നെ അവന് ഉപദേശങ്ങൾ കേട്ടാൽ മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധത്തിൽ അവൻ്റെ കൽബിൽ അല്ലാഹു തആല സീൽ വെക്കുന്നതാണ് എന്ന് കാണാം. മറ്റൊരു റിവായത്തിൽ മൻ തറക്കൽ ജുമുഅത സലാസൻ മിൻ ഗൈരി ഉദ്രിൻ ഫഹുവ മുനാഫിഖുൻ. ഒരു ഉദ്റുമില്ലാതെ, ശർഈൽ അംഗീകരിക്കപ്പെട്ട ഒരു കാരണവുമില്ലാതെ ആരെങ്കിലും 3 ജുമുഅ ഒഴിവാക്കുകയാണ് എങ്കിൽ, അവൻ ളുഹർ നിസ്കരിക്കുന്നുണ്ടാവും, എന്നാലും ജുമുഅ അവൻ ഒഴിവാക്കുകയാണ് എങ്കിൽ ഫഹുവ മുനാഫിഖുൻ, അവൻ മുനാഫിഖാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ മുനാഫിഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗൗരവമുള്ള, അല്ലാഹു സുബ്ഹാനഹു വതആല ശക്തമായ ശിക്ഷയെ തൊട്ട് താക്കീത് ചെയ്തിട്ടുള്ള വിഭാഗമാണ് മുനാഫിഖീങ്ങൾ. അതിൽ ഉൾപ്പെടുക എന്നുള്ളത് ഗൗരവമുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ ആകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ജുമുഅ ഒഴിവാക്കുക എന്നുള്ളത്. وعن أبي قتادة رضي الله عنه قال رسول الله صلى الله عليه وسلم من ترك الجمعة 3 مرات من غير ضرورة طبع الله على قلبه. ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ശർഈയായ ഉദ്റിന് വേണ്ടിയല്ലാതെ
3 ജുമഅ പാഴാക്കി കഴിഞ്ഞാൽ, ജുമഅ 3 തവണ പാഴാക്കി കഴിഞ്ഞാൽ അവൻ്റെ ഖൽബിൽ അള്ളാഹു സീൽ വെക്കുന്നതാണ്. وعن أسامة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من ترك 3 جمعات من غير عذر كتب من المنافقين. 3 ജുമഅകൾ ഒരു ഉദ്റുമില്ലാതെ പാഴാക്കി കഴിഞ്ഞാൽ അവനെ മുനാഫിഖീങ്ങളിൽ അവൻ്റെ പേര് രേഖപ്പെടുത്തപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണത്. ഇതോടൊപ്പം നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം, ചില ആളുകൾ അല്ലെങ്കിൽ ധാരാളം ആളുകൾ അവർ ജുമഅ നിസ്കാരത്തിലേക്ക് മാത്രം എത്തും, ഖുതുബയിലേക്ക് മറ്റും എത്താത്ത. ഒരു നിസ്കാരം ലഭിക്കും, പക്ഷേ ജുമഅയുടെ പരിപൂർണത എന്ന് പറഞ്ഞാൽ ഖുതുബ കേൾക്കുകയും അതുപോലെ തന്നെ നിസ്കരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ചില ഒരുപാട് ആളുകൾ അവരുടെ ജോലിയോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിസ്കാരത്തിൻ്റെ സമയം മാത്രം എത്തിച്ചേരുന്നത് കാണാം. പക്ഷെ ഒരിക്കലും അങ്ങനെ പാടില്ല. ഖുതുബ അടക്കം കേൾക്കുന്ന രീതിയിൽ, ഖുതുബ കേൾക്കുന്നതിൻ്റെ പതിവ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ വേണം പങ്കെടുക്കാൻ. وعن كعب بن مالك رضي الله عنه عن رسول الله صلى الله عليه وسلم قال لينتهين أقوام يسمعون النداء يوم الجمعة ثم لا يأتونها. യൗമുൽ ജുമഅയിൽ ബാങ്ക് വിളി കേട്ടിട്ട് അവർ കേട്ടിട്ട് ആ നിസ്കാരത്തിലേക്ക് വന്നിട്ടില്ല എങ്കിൽ ഔലയത്ബഅന്ന അല്ലാഹു അലാ ഖുലൂബിഹിം ثم ലയകൂനുന്ന മിനൽ ഗാഫിലീൻ. അല്ലാഹു അവരുടെ ഖൽബിൽ സീൽ വെക്കുകയും പിന്നെ അവർ ഗാഫിലീങ്ങളുടെ അശ്രദ്ധരായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു ഉദ്റുമില്ലാതെ ജുമഅ നിസ്കാരത്തെ പാഴാക്കാൻ പാടില്ല. വേറെ ചില ഹദീസുകൾ കൂടി ഈ ഫസ്ലിലുണ്ട്. ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.